അടി കിട്ടിയത് അദ്വാനിക്ക് മാത്രമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ JR പത്മകുമാർ, ഈ കേസിൻ്റെ നാൾ വഴികളിലേക്കും ബാബറി മസ്ജിദ് തകർത്ത സംഭവത്തിലേക്കുമൊക്കെ നമുക്ക് വഴിയേ വരാം. അടിയന്തരമായി വരുന്ന ചോദ്യം, ഗൂഢാലോചന കുറ്റത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ മോദി മന്ത്രിസഭയിൽ മന്ത്രിയായി തുടരണോ വേണ്ടയോ എന്നതാണ്. എന്താണ് BJPയുടെ നിലപാട്? BJPയുടെ നിലപാട് കേന്ദ്ര നേതൃത്വം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉമാഭാരതിയും അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും ഉടലെടുത്തിട്ടില്ല. നേരത്തെ തുടർന്നുകൊണ്ടിരിക്കുന്ന കേസിൽ രണ്ട് കോടതികൾ, ട്രയൽ കോടതിയും ഹൈക്കോടതിയും അത്തരത്തിലൊരു ഗൂഢാലോചന നിലനിൽക്കില്ല എന്ന് പറഞ്ഞു ഒരു സാങ്കേതിക അർത്ഥത്തിൽ ഇവരെ കുറ്റവിമുക്തരാക്കിയതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നത്തിൻ്റെ പേരിൽ ഇത് അങ്ങനെ ട്രയലിനെ ഫേസ് ചെയ്യേണ്ട, അതിനെ ഒഴിവാക്കേണ്ട കാര്യമില്ല. അത് 2 വർഷത്തിനകത്ത് പെട്ടെന്ന് അതിൻ്റെ ട്രയൽ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ കുറ്റം ആരോപിച്ചു കുറ്റക്കാരനാണെന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ഉന്നത നീതിപീഠത്തിന്റെ വിധിയാണ് നാം പരിശോധിക്കുന്നത് എന്ന് വെച്ചാൽ നിയമവാഴ്ച ഉറപ്പാക്കുന്ന സംവിധാനമാണ് സുപ്രീം കോടതി. അതിൻ്റെ നിർവഹണ ദൗത്യം ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനുമൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഉന്നത നീതിപീഠം പറയുകയാണ് നിയമപരമായ പരിശോധന നടക്കട്ടെ എന്ന്. അതിൻ്റെ നിർവഹണത്തിൽ ഒന്നും തടസ്സമായിക്കൂടാ, ഒരു പ്രതിബന്ധവും ഉണ്ടായിക്കൂടാ, ഒരാളുടെയും ഈ പറയുന്ന പ്രീതിയോ ഭീതിയോ തടസ്സമായിക്കൂടാ. ഉമാഭാരതി കേന്ദ്രമന്ത്രിയാണ്. ഒരു കേന്ദ്ര ഏജൻസി അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഏജൻസിക്ക് അതിൽ നിർവഹിക്കപ്പെട്ടിരിക്കുന്ന ചുമതലകൾ ആ രൂപത്തിൽ ഉത്തരവാദിത്വത്തോടെ പൂർത്തീകരിക്കാൻ ഭീതിയോ പ്രീതിയോ ഇല്ലാതെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ നിയമവാഴ്ചയുടെ പരമമായ യാത്ര സുഗമമാക്കുക എന്ന ഉത്തരവാദിത്തമാണ് നരേന്ദ്രമോദിക്ക് മുന്നിലുള്ളത്. അതല്ലാതെ ഒരു വ്യക്തിയുടെ രാജി എന്ന കേവലമായ ഒരു രാഷ്ട്രീയ വിഷയമല്ല അത്. അല്ല വേണു, നീതിയോ പ്രീതിയോ എന്നുള്ളൊരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. അന്വേഷണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആദ്യം എടുത്ത രണ്ട് FIRകളിൽ ഈ ഒരു കുറ്റമില്ല. അതിനുശേഷം സബ്സിക്വൻ്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു അഡീഷണൽ ചാർജാണ്. അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി 2 കോടതികൾ വിലയിരുത്തി. ഇനിയൊരു പുതിയ അന്വേഷണമില്ല. അതുമാത്രമല്ല, ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് സുപ്രീം കോടതിയിൽ CBI ഇവർക്കെതിരായിട്ട് ഇത് വേണം എന്ന് ഈ രീതിയിൽ ഗൂഢാലോചന കുറ്റം ട്രയൽ നടത്തണം എന്ന് വാദിച്ചത്. അതുകൊണ്ട് ഏതെങ്കിലും പ്രീതിയോ ഭീതിയോ ഉണ്ടെങ്കിൽ അത്തരത്തിലൊരു വാദം സുപ്രീം കോടതി ഉന്നയിക്കില്ല. സുപ്രീം കോടതിയിൽ CBI ഉന്നയിക്കില്ലല്ലോ. CBI ഉന്നയിച്ച വാദം പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ബോധ്യമാണ്. ഞങ്ങൾ സ്വാധീനിക്കാത്തത് കൊണ്ട് CBI ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ തുടർന്നും സ്വാധീനിക്കില്ല, അതുകൊണ്ട് CBI ശരിയായ വഴിക്ക് തന്നെ പോകും എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം ബോധ്യമാണ്. ശ്രീ JR പത്മകുമാർ, ഇവിടുത്തെ പ്രശ്നം നമുക്കിതിൽ കേന്ദ്ര സർക്കാരിനെയും BJPയെയും ഒക്കെ മാറ്റി നിർത്തുക. ഈ രാജ്യം എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ നൽകുന്ന ഉറപ്പിൽ പ്രവർത്തിക്കുന്നതാണ്. ഒന്ന് ഭരണഘടന, അതുപോലെ തന്നെ ഒന്ന് നീതിന്യായ സംവിധാനം. ഇത് രണ്ടും സ്വതന്ത്രമാണ്. ഇതിലൊരിടപെടലും നടന്നിട്ടില്ല. അതിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം പറയുകയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ നിയമപരമായ തുടർവഴികൾ പോകേണ്ടത് എന്ന്. അത് നിർവഹിക്കാൻ ഉത്തരവാദപ്പെട്ടവർ അത് നിർവഹിക്കാതിരിക്കുന്നതിന് തുല്യമാണ് ഒരു പ്രതിയെ പരിരക്ഷിക്കുന്നത്. അങ്ങനെ പ്രതിയെ പരിരക്ഷിക്കുന്ന പ്രശ്നമില്ല. 2 കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഈ ട്രയൽ കോടതിയിൽ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ ഇത് അഡീഷണലായിട്ട് ഈ 120B നിൽക്കില്ലെന്ന് പറഞ്ഞപ്പോഴും BJP അല്ല ഭരിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഹൈക്കോടതി, അലഹബാദ് ഹൈക്കോടതിയിൽ വിധി വന്നപ്പോഴും BJP അല്ല കേന്ദ്രം ഭരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കോടതിയെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇനി ഭരണത്തിലിരിക്കുമ്പോഴും അങ്ങനെ ഒരു സാഹചര്യമില്ല. അന്വേഷണം പൂർത്തിയായി, ഇനി ട്രയൽ നടത്തുകയാണ് ഉള്ളത്. ആ സമയത്ത് ഒരു ഭീതിയോ ഒരു ഭയമോ ഇല്ലാതെ തന്നെ ട്രയൽ നടത്തുക. അതുകൊണ്ടാണല്ലോ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത്. ശരി, ശ്രീ ടോം വടക്കൻ, ഇവിടെ ഭീതിയോ പ്രീതിയോ ഒന്നുമില്ലാതെ പ്രവർത്തിക്കും ഈ സംവിധാനം എന്നാണ് ശ്രീ JR പത്മകുമാർ പറയുന്നത്. പുതിയൊരു സാഹചര്യവും ഉയർന്നു വന്നിട്ടില്ല. കേസ് അവസാനിപ്പിക്കപ്പെട്ടതാണ്. പിന്നെ അതിൽ സാങ്കേതിക കാരണങ്ങളാൽ വിചാരണ ഒഴിവാക്കേണ്ടതില്ല
എന്ന നിലയിലുള്ളൊരു നിയമപരമായ വ്യക്തത മാത്രം ഈ വിഷയത്തിൽ സുപ്രീം കോടതി വരുത്തിയിട്ടേ ഉള്ളൂ എന്നുമാണ് BJP പറയുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഉമാഭാരതി തുടർന്നുകൂടാ, മോദി ആ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? തർക്കത്തിൽ എൻട്രി ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് പറയാനുള്ളത് ഇതൊരു ഹിസ്റ്റോറിക് ഡിസിഷനാണ് വന്നിരിക്കുന്നത്. കാരണം ബിർള സഹാറ പേപ്പേഴ്സ് അവിടെ പലർക്കും ജുഡീഷ്യറിയെ പറ്റി ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു സമയം പിടിച്ചു, ഒരു 20 കൊല്ലത്തിനും മീതെ ഈ വിഷയം പല കോർട്ടുകളിലും ഇതിൻ്റെ അപ്പീൽ പോയി. പിന്നെ ഒരു പീരീഡിൽ ഈ CBI അപ്പീലിലേക്ക് പോയില്ല. ഞാൻ ആ ഡീറ്റെയിലിലേക്ക് എൻട്രി ചെയ്യുന്നില്ല, കാരണം ഇത് നീണ്ട ഒരു കേസാണ്. പക്ഷേ ഇതൊരു മോറൽ ഇഷ്യൂ ഉണ്ട്. ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളാണെങ്കിൽ BJP റോട്ടിലാണ്, ഡെമോൺസ്ട്രേഷൻ ആവും, ബസ്സുകൾ കത്തിക്കലും സകല പരിപാടിയും അവരൊരുക്കും. ഇപ്പം മോറൽ ഇഷ്യൂ ആണ്. ഞങ്ങൾ പറയുന്നത് രാജിവെക്കണോ വെക്കണ്ടേ തീരുമാനിക്കുന്നത് പ്രൈം മിനിസ്റ്റർക്കാണ്. കാരണം അതൊരു മോറൽ ഇഷ്യൂ ആണ്. കാരണം സുപ്രീം കോർട്ട് പറയുന്നത് ഒരു ട്രയൽ, ഞങ്ങൾ പറയുന്നില്ല ഈ അക്യൂസ്ഡ് അവർ റെസ്പോൺസിബിൾ ആണ്, അത് ട്രയൽ നടക്കട്ടെ. പക്ഷെ അതിൻ്റെ ഒരു നീതി എന്ന് പറയുന്നത് ഇവർക്ക് രാജിവെക്കണം. ഇവർ മിനിസ്റ്റേഴ്സാണ്, ക്യാബിനറ്റ് മിനിസ്റ്റർ, ഒരാൾ ഗവർണർ, അവർക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. ഗോവ ഗവർണർ പേരെടുത്തുള്ളൂ, രാജിവെച്ചു. അപ്പോൾ അതുപോലത്തെ ഒരു മോറൽ ഇഷ്യൂ പ്രൈം മിനിസ്റ്റർക്ക് ഫേസ് ചെയ്യണം, BJPക്ക് ഫേസ് ചെയ്യണം. ജനങ്ങളോട് പറയണം ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ പറയുന്നില്ല അവർ ഗിൽറ്റി ആണെന്ന്, ട്രയൽ നടക്കട്ടെ. പക്ഷേ ഇത്ര ഇമ്പോർട്ടൻറ്റ് പൊസിഷൻസിലിരുന്ന് ഇങ്ങനെ ഒരു ട്രയൽ നടക്കുമ്പോൾ ഒരു ഫെയർ ട്രയൽ നടക്കുമോ? കാരണം എവിഡൻസസ് ടാമ്പർ ചെയ്യാൻ പല ഇഷ്യൂസ് ഉണ്ട്. ഞാനവർ ചെയ്യുന്നല്ല പറയുന്നത്, പക്ഷെ അങ്ങനെ സാധ്യതയുണ്ട്, ഒരു പബ്ലിക് പെർസെപ്ഷൻ ഉണ്ടാവാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഒരു മോറൽ ഇഷ്യൂ ആയി നോക്കണം. അവർക്ക് എന്താ ചെയ്യേണ്ട പറയുന്നത് ഇങ്ങനെ ഉമാഭാരതിയെയും അതുപോലെ തന്നെ കല്യാൺ സിംഗിനെയും അദ്വാനിയെയും മനോഹർ ജോഷിയെയും ഒക്കെ കൊടുക്കാനാണ് എങ്കിൽ ഇത്തരമൊരു നിലപാട് എടുക്കുമോ? CBIയെ കൊണ്ട് ഇങ്ങനൊരു നിലപാടെടുപ്പിക്കുമോ? ഇതിൽ ഇവർ കുറ്റക്കാരാണ് എന്ന ബോധ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തി പിന്നീട് ഇവരെ രക്ഷിക്കാമെന്നോ എന്തെങ്കിലുമുള്ളൊരു താല്പര്യം ഇവർക്കുണ്ടായിരുന്നുവെങ്കിൽ CBI ഇത്തരമൊരു നിലപാടെടുക്കുമായിരുന്നു എന്നാണ് ചോദ്യം. അതിനുള്ള മറുപടി എന്താണ്? അല്ല, CBI നിഷ്പക്ഷമായും സ്വതന്ത്രമായും രാഷ്ട്രീയമായ ഇടപെടലില്ലാതെ നിലപാട് സ്വീകരിച്ചു എന്ന് സ്ഥാപിക്കാനാണ് പത്മകുമാർ ശ്രമിച്ചത്. അത് പ്രഥമദൃഷ്ടിയാ അത് ശരിയാണെന്ന് തോന്നിയേക്കാം. കാരണം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയിൽപ്പെട്ട അവരുടെ ഏറ്റവും സമ്പന്നരായ നേതാക്കന്മാർ, ആ നേതാക്കന്മാരെ കൊടുക്കുന്ന നിലപാട് CBI എപ്രകാരം സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് ഒരു പ്രഥമദൃഷ്ടിയാ പത്മകുമാർ പറയുന്ന കാര്യം ശരിയാണ് തോന്നിയേക്കാം. പക്ഷേ ആ പാർട്ടിക്കകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രധാനമന്ത്രിയുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, ആരെയൊക്കെയാണ് ഒതുക്കേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് CBI ശരിയായ നിലപാട് കോടതിയിൽ സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ ഒരു വിധി കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. അതിൽ ഇടപെട്ടില്ല എന്ന് പത്മകുമാർ പറയുന്നത് ശരിയാണെങ്കിൽ അക്കാര്യത്തിൽ നമുക്ക് സർക്കാരിനെയും അനുമോദിക്കേണ്ടി വരും. ശ്രീ MN കാരശ്ശേരി, ഇവിടെ BJPയുടെ ഒരു ബോധ്യമാണിത്. ഇതിനെ രാഷ്ട്രീയമായോ ധാർമ്മികമായോ മറ്റാരും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. JR പത്മകുമാറിന് അങ്ങനെ വാദിക്കാം. പക്ഷേ ഇത് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെ തന്നെ ബാക്കി നിൽക്കുകയല്ലേ? ഭരണഘടനയും നിയമവ്യവസ്ഥയും ഉണ്ട് ഇവിടെ. അത് രണ്ടും എന്താണ് പറയുന്നത്? എല്ലാവരും തുല്യരാണ് എന്നാണ്. ആരും അതിന് മീതെയല്ല. ആർക്കും ഏതെങ്കിലും ഒരു പദവി കൊണ്ട് അതിൽ നിന്ന് പ്രത്യേകമായ പരിരക്ഷ കിട്ടാൻ പാടില്ല. ഇവിടെ ആ നീതിസാരമാണ്, ആ ഭരണഘടനയുടെ സത്തയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു സംശയം ആർക്കെങ്കിലും ഉയരുകയാണ് എങ്കിൽ അത് BJPയുടെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് മാത്രം ആ സംശയം ഉയർന്നവർക്ക് അത് തീർത്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമല്ലല്ലോ അത്. പ്രൊഫസർ MN കാരശ്ശേരി, താങ്കളോടാണ് ചോദ്യം. അതായത് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ മാതിരി ഇതിൻ്റെ അടിയൊഴുക്കുകൾ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആദ്യ കേൾവിയിൽ, പ്രഥമ ശ്രവണത്തിൽ ഇത് കേൾക്കുന്ന ആർക്കും
വലിയ ആശ്വാസം, ഒരു സന്തോഷം തോന്നുന്ന ഒന്നാണ് ഇപ്പോൾ വന്നത്. കാരണം ഇവിടുത്തെ ഭൂരിപക്ഷ പാർട്ടി അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായം അല്ലെങ്കിൽ ഇവിടുത്തെ പണക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ ജന്മിമാർ അല്ലെങ്കിൽ ഇവിടുത്തെ പുരോഹിതന്മാർ എല്ലാം നിയമത്തിനും നീതിക്കും അതീതരാണ്. ഇവിടെ യാതൊരു നിയമവാഴ്ചയില്ല. ഇവിടുത്തെ ഗവൺമെൻറ്റുകൾക്ക് എന്ത് തോന്നുന്നു, ഇവിടുത്തെ ഭരണകക്ഷികൾക്ക് എന്ത് തോന്നുന്നു, ഇവിടുത്തെ പണക്കാർക്ക് എന്ത് തോന്നുന്നു, അതാണ് ഇവിടെ നിയമം എന്ന് ഇന്ത്യക്കകത്തും പുറത്തും വളരെ കഷ്ടമായ രീതിയിൽ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രതീതി, ആ തരത്തിലുള്ളൊരു ഇമേജ് ഉണ്ടായി വരുന്നതിനിടയ്ക്കാണ് ഇവിടുത്തെ ഭരണകക്ഷിയായ BJPയുടെ വളരെ പ്രധാനപ്പെട്ട 3-4 നേതാക്കന്മാരെ പറ്റി ഇങ്ങനെ CBI ഒരു നിലപാടെടുക്കുന്നതും സുപ്രീം കോടതി ഇങ്ങനെ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയെ മറികടന്നുകൊണ്ട് 2 കൊല്ലം കൊണ്ട് ഇതിൻ്റെ വിചാരണ പൂർത്തിയാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ജനാധിപത്യത്തിലുള്ള വിശ്വാസം, നീതി നിയമം തുടങ്ങിയുള്ള കാര്യങ്ങളിലെ വിശ്വാസം ആളുകൾക്ക് ഉറപ്പിക്കുന്ന ഒരു സംഗതിയാണ്. എൻ്റെ കണക്കിന് ഉമാഭാരതി ഈ നിലപാട് വന്ന ഉടനെ, ഈ പ്രഖ്യാപനം വന്ന ഉടനെ രാജിവെക്കേണ്ടതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2004 അവർ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് 94 ഹൂബ്ലി കലാപ കേസിൽ അവർക്ക് അറസ്റ്റ് വാറണ്ട് വന്നപ്പോൾ രാജിവെച്ച ആളാണവർ. പിന്നെ ഞാൻ കഷ്ടമായിട്ട് ആലോചിക്കുകയാണ്, കുറച്ചു കാലം ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ആയിരുന്ന ആളാണ് അദ്വാനി. അദ്ദേഹത്തിന് ഈ രാഷ്ട്രം ഇത് കൊടുത്തിട്ടുണ്ട്, എന്താണ്, പത്മവിഭൂഷൺ കൊടുത്തിട്ടുണ്ട്. മുരളി മനോഹർ ജോഷി, അതെ, പത്മവിഭൂഷൺ കൊടുത്തിട്ടുണ്ട്. മുരളി മനോഹർ ജോഷി അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സിൻ്റെ പ്രൊഫസറായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനും നമ്മുടെ രാഷ്ട്രം പത്മവിഭൂഷൺ കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കല്യാൺ സിംഗ് ഈ പള്ളി പൊളിക്കുന്ന സമയത്ത് UPയിൽ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇപ്പോൾ രാജസ്ഥാനിൽ ഗവർണറാണ്. ഗവർണറായതുകൊണ്ട് അദ്ദേഹത്തിന് നേരെ നടപടിയെടുക്കാൻ ഇപ്പോൾ ഒരുങ്ങേണ്ടതില്ല എന്ന നിലപാടാണ് സുപ്രീം കോടതി എടുത്തതെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഉടനെ ആ സ്ഥാനം രാജിവെക്കുകയാണ്. കാരണം ഒരാൾ കേന്ദ്രമന്ത്രിയാണ്, ഒരാൾ ഗവർണറാണ് എന്നൊക്കെ വരുമ്പോൾ നീതിപീഠത്തിന് അതിൻ്റെ പണികൾ എടുക്കാൻ കഴിയാതെ വരും. പോലീസിനോ CBIക്കോ മറ്റ് അന്വേഷണ ഏജൻസികൾക്കോ അവരെ വിചാരണ ചെയ്യാനോ മറ്റ് കാര്യങ്ങൾക്കോ പറ്റാതെ വരും. ആ തരത്തിലുള്ള അസൗകര്യങ്ങളൊക്കെ ഒഴിവാക്കി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള നിലപാടാണ് BJP എന്നുള്ള ഭരണകക്ഷിയും അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളായ കല്യാൺ സിംഗും ഉമാഭാരതിയൊക്കെ എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക. നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ നീതിപീഠമാണ്. അതിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന് വരണം. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ JR പത്മകുമാറുടെ ചോദ്യങ്ങൾ നിരവധിയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല ശ്രീ ടോം വടക്കനും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും എന്തുകൊണ്ട് അത് ശക്തിയുക്തം ഉന്നയിക്കുന്നില്ല എന്ന്. ശ്രീ JR പത്മകുമാർ, ഒന്ന് നിയമവാഴ്ച, മറ്റൊന്ന് ഭരണഘടന, അതിൻ്റെ രണ്ടിൻ്റെയും സത്ത ഉൾക്കൊള്ളുമ്പോൾ ആരും അതിന് അതീതരല്ല. ആ ഉത്തരവാദിത്തം നിങ്ങളാണ് നിർവഹിക്കേണ്ടത്, പ്രധാനമന്ത്രി അടക്കമാണ് നിർവഹിക്കേണ്ടത്. ഞങ്ങൾ ബാധ്യതപ്പെട്ടിരിക്കുന്നത് ഈ നിയമവാഴ്ചയുടെ നിഷ്പക്ഷതയെ ഉറപ്പുവരുത്തുക എന്നിടത്താണ്, ഭരണഘടനയുടെ അന്തസത്തയെ പിന്താങ്ങുക എന്നതാണ്. ആർക്കെങ്കിലും അത്തരമൊരു സന്ദേഹം ഉയരുമ്പോൾ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് നിയമസംഹിതയെയും ഭരണഘടനയെയുമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഉമാഭാരതി എന്നത് ഈ മന്ത്രിസഭയിൽ ഇരിക്കാൻ അയോഗ്യയാകുന്നു എന്ന വിലയിരുത്തലിലേക്ക് എത്താൻ കഴിയുക. നിങ്ങൾ അതിലേക്ക് പോകുന്നില്ല. നിങ്ങളുടെ ബോധ്യമാണ് പറയുന്നത്, ഞങ്ങൾ അന്നിങ്ങനെ ചെയ്തിട്ടുണ്ട്, നാളെയും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ കരുതൂ. നിങ്ങൾ മാർച്ച് 2-ാം തീയതി മല്യയെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു, പിന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകുന്നു എന്ന പോലെ ഒരു ന്യായവാദമാണത്. പരിരക്ഷയായി തന്നെ ഇവർക്കെല്ലാം ലഭിക്കുന്നുണ്ട്. ശ്രീ JR പത്മകുമാർ, അല്ല, നമ്മൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യം പറഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് രണ്ടും വേണു പറഞ്ഞ കാര്യങ്ങൾ. മല്യ ഇവിടെ നിന്ന് പോകുമ്പോൾ അദ്ദേഹം ഒരു കേസിലും വാറണ്ടോ പ്രതിയോ ഒന്നും ഇല്ലായിരുന്നു, അത് മനസ്സിലാക്കുക. അതിനുശേഷമാണ് ഈ കാര്യങ്ങളും NB ആയതും പ്രശ്നമായതും. അതുകൊണ്ട് ആ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. എനിക്ക് സംശയമുണ്ട്. മാർച്ച് 2-ാം തീയതി അദ്ദേഹം ഇവിടെ നിന്ന് പോകുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു കേസും രാജ്യത്തില്ല എന്ന് പറയുന്നതിൽ എനിക്ക് സംശയമുണ്ട്. ശ്രീ JR പത്മകുമാർ, ഇല്ലല്ല, വാറണ്ട് സാമ്പത്തിക പൈസ കുടിശ്ശിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ വാറണ്ടോ അറസ്റ്റ് വാറണ്ടോ ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അതിന് പ്രൊസീഡിങ്സ് വന്ന് കോടതിയാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ആ സമയത്ത് അതില്ലായിരുന്നു.
പിന്നെ ഇതിൽ ഞാൻ അല്പസമയം തരണം. ഒന്ന്, ഈ അയോധ്യ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു മൂവ്മെൻറ്റ്, അയോധ്യ മൂവ്മെൻറ്റ് ഞങ്ങൾ എടുത്ത മൂവ്മെൻറ്റാണ്. BJP അതിൽ ഒരു വിഷമവും ഒരു കാലഘട്ടത്തിലും